സിനിമകൾ ഒരുമിച്ചാണോ കാണുന്നത്? ചിലപ്പോഴൊക്കെ. പക്ഷെ ഈ സിനിമ ഞങ്ങൾ രണ്ടായിട്ടാണ് കണ്ടേ. ആണല്ലേ? ഒരേ അഭിപ്രായമാണോ ഉള്ളത് ഇതിലൊക്കെ? അങ്ങനെയൊന്നുമില്ല. അല്ല, ഇഷ്ടപ്പെട്ട സിനിമകളൊക്കെ ഏതൊക്കെയാ ഈ അടുത്ത കാലത്ത് കണ്ടതിലൊക്കെ? ഞങ്ങൾ ഈ അടുത്ത ദിവസം ഇത് കണ്ടായിരുന്നു. പക്ഷെ ചേട്ടൻ വേറെ പോയി, ഞാനും മക്കളും കൂടെ വേറെ പോയായിരുന്നു. ഏതിനാ പോയത്? എമ്പുരാൻ. എമ്പുരാന് പോയി. അതിനു മുമ്പ് ഇല്ലെങ്കിൽ അതിന് ശേഷമൊക്കെ? അതിനു മുമ്പ് ഞാനും മക്കളും കൂടെ കൂടുതൽ പോവാറ്. ചേട്ടനെ അധികം കിട്ടും. ഏത് ടൈപ്പ് ഓഫ് പടങ്ങളാണ്? അങ്ങനെയില്ല, നല്ലതാന്ന് പറഞ്ഞത് പൊതു അഭിപ്രായം കേൾക്കുമ്പോ. അതെ അതെ. ഇപ്പൊ ഈ ജിംഖാനയൊക്കെ കേട്ടായിരുന്നു? ആലപ്പുഴ പോയില്ല, പോകാൻ വിചാരിച്ചിരിക്കുക, പോകാൻ വേണ്ടിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ യങ്സ്റ്റേഴ്സ് ആഘോഷിക്കുന്ന കുറെ പടങ്ങളുണ്ട്, ഈ ആവേശം പോലെയുള്ള പടങ്ങൾ. മക്കള് പറയൂല്ലോ നല്ലതാന്ന്, അപ്പൊ പിന്നെ അവരുടെ കൂടെ ഞങ്ങൾ പോവാറ്. പ്രേമലു, ആവേശം, അങ്ങനത്തെ സമയമുണ്ടെങ്കിൽ വരാറുണ്ട്. പ്രേമലു ഞാൻ കണ്ടു, ഫ്ലൈറ്റ് യാത്ര ചെയ്തപ്പോൾ. അങ്ങനെയുള്ള പടങ്ങൾ അത് ഇഷ്ടമാണോ? യങ്സ്റ്റേഴ്സിന്റെ വൈബ് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, ബോയ്സ്, മഞ്ഞുമ്മൽ ബോയ്സ്, അത് നല്ല പടമായിരുന്നു. അപ്പൊ അത്തരത്തിൽ കേൾക്കുന്ന പടങ്ങൾ പോയി കാണും. ആദ്യം ഫ്ലൈറ്റിൽ നിന്ന് കണ്ടതാണ്. അതുപോലെ മറ്റൊരു പടം കണ്ടു, നമ്മുടെ കൃഷ്ണകാന്ത്. എനിക്ക് വലിയ ഫീൽ ചെയ്തൊരു പടം. ഭയങ്കരമായിട്ട് അപ്രീസിയേഷൻ കിട്ടിയ ഒരു സിനിമയാണ്. നല്ല സിനിമയാണ്, ഒരു വെറൈറ്റി സിനിമയാണ്. എന്റെ ഇമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് നമ്മളെ കൂടെ ബാധിക്കും. അത് നമ്മളെ ആഴത്തിൽ ബാധിച്ച ഒരു സിനിമയാണ്. ഈ സിനിമ കണ്ടിട്ടൊക്കെ അഭിപ്രായം പറയൂ, കൂടെ ഇരിക്കുന്നവരോടും സഹപ്രവർത്തകരോടും ഒക്കെ അഭിപ്രായം പറയൂ ഇത്തരത്തില് ചർച്ചകൾ? ചിലപ്പോൾ വന്നാൽ പറയൂ. പുസ്തകം എഴുതിയ ചിലപ്പോൾ ഞാൻ എഴുതാറുണ്ട്, പുസ്തകത്തെ പറ്റി, കവിതകളെ പറ്റിയൊക്കെ എഴുതാറുണ്ട്. ഞാൻ നമ്മുടെ പ്രഭാവർമ്മയുടെ ശ്യാമമാധവം നല്ലൊരു ഖണ്ഡകാവ്യമാണ്. അതേപ്പറ്റി ഞാൻ എഴുതിയിട്ട് കലാകൗമുദിയിലൊരു റൈറ്റപ്പ് എഴുതിയത് അതിനെപ്പറ്റി. ശ്യാമമാധവം കൃഷ്ണനെ പറ്റിയാണ്. കൃഷ്ണനെ വിമർശിച്ചുകൊണ്ടുമുണ്ട് അതിനകത്ത് നന്നായിട്ട്. ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട കഥാപാത്രം കൂടെയാണല്ലോ കൃഷ്ണൻ. കൃഷ്ണനെ പറ്റി അതിമനോഹരമാണ്. യുദ്ധത്തിൽ നിൽക്കുന്ന കൃഷ്ണനെ നമുക്ക് പലപ്പോഴും താല്പര്യമില്ലാത്തൊരു കേസാണ്. ശ്യാമമാധവം പുള്ളി വേറൊരു രാഷ്ട്രീയമാണ്, എന്നാൽ പോലും അത് എനിക്ക് വളരെ അപ്രീഷിയേറ്റ് ചെയ്തു. അതിനെപ്പറ്റി ഞാൻ കലാകൗമുദിയിൽ എഴുതുകയൊക്കെ ചെയ്തു. പുള്ളി ഇടതുപക്ഷത്തോടൊപ്പം അതെ, അത് നല്ല നന്നായിട്ട് എഴുതുന്ന ആളാണ്. ഞങ്ങൾ ഒരു കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്. ഞാൻ സീനിയർ ആയിരുന്നു, പുള്ളി എൻ്റെ ജൂനിയർ ആയിരുന്നു. ചങ്ങനാശ്ശേരി NSS കോളേജിലായിരുന്നു. ഞങ്ങൾ ഒരേ കാലത്ത് ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻസ് ഓൺലി ബസ് ഉണ്ടായിരുന്നു. ബേബി സഖാവായിട്ട് ഒരുമിച്ച് പഠിച്ചിട്ടില്ലേ? ഒരുമിച്ച് പഠിച്ച സീനിയർ ആയിരുന്നു അല്ലേ? ഞങ്ങൾ ഒരുമിച്ച് പാർലമെന്റിലുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. പുള്ളി രാജ്യസഭയിലും ഞാൻ ലോക്സഭയിലും. അടുത്ത സൗഹൃദമുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുക്കേണ്ട ഒരു ഘട്ടത്തിലൂടെ, ഇല്ലെങ്കിൽ വിജയിക്കേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് പോകുന്നത്. ഒന്ന്, ഇവിടുത്തെ രാഷ്ട്രീയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഒപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് ഒരുമിച്ച് നിൽക്കേണ്ടത്. അപ്പം നമുക്ക് വളരെ അടുപ്പമുള്ള ഒരാളുകൂടെ വരുമ്പോൾ നമുക്ക് കുറേ കൂടെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ, ഇപ്പം മുൻപിരുന്ന സീതാറാം യെച്ചൂരി തന്നെ പല കാര്യങ്ങളും ഡീൽ ചെയ്തിരുന്ന ഒരു സൗഹൃദങ്ങൾ കൂടെ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. അത് എല്ലാ കാലത്തും വേണം, അത്തരം ഒരു സൗഹൃദവും കൂടെ വേണം. അപ്പോൾ കുറച്ചുകൂടെ പ്രതീക്ഷയോടെ നോക്കി കാണുന്നുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും. സീതാറാം യെച്ചൂരിയായിട്ട് ഞാൻ വളരെ അടുപ്പമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച്, അദ്ദേഹം DYFയുടെ പ്രസിഡന്റായിരുന്നു, ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നു. അപ്പം ഞങ്ങൾ പല അന്ന് ഡെലിഗേഷൻസ് പോകുമായിരുന്നു. ഞങ്ങളും അവരും ചേർന്നുള്ള സോവിയറ്റ് യൂണിയൻ്റെ ഇതിലൊക്കെയുള്ള ഡെലിഗേഷൻസ് പോകുമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചൈനയിൽ പോയിട്ടുണ്ട്, റഷ്യയിൽ പോയിട്ടുണ്ട്. നല്ല ബന്ധമായിരുന്നു. അവസാനം വരെ ആ ബന്ധം തുടർന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകളിലൊക്കെ ഞാൻ പങ്കെടുത്തു. നല്ല ബന്ധമായിരുന്നു. തീർച്ചയായിട്ടും ബേബി വന്നത് നല്ലതാണ്. കുറേ കൂടി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി ആയിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ആവശ്യകതയുണ്ട്. അതിന് ബേബിയുടെ നേതൃത്വം സഹായകമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും ആശംസ പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അത്തരം ഒരു സങ്കുചിതമായിട്ടുള്ള, പണ്ട് കണ്ടിരുന്ന വേറൊരു സങ്കുചിതത്വം ഉണ്ട്. പണ്ടും എല്ലാ റിലേഷൻസും ഇങ്ങനെ ഉണ്ടാവുമെങ്കിലും ഈ ഫേസ്ബുക്കിലൊക്കെ എഴുതുമ്പോഴത്തേക്ക് ഫേസ്ബുക്ക് ഇല്ലാത്തതുകൊണ്ട് അതെ പക്ഷെ തെറ്റിദ്ധരിക്കുമെന്നൊരു പേടിയുണ്ട്. അത് അങ്ങനെ അല്ലാതെ തന്നെ കാണാൻ പഠിച്ചു. അത് അത്തരം ബാരിയേഴ്സ് ഒന്നും ഇന്ന് രാഷ്ട്രീയത്തിൽ ഇല്ല. അതിന്റെ ആവശ്യമില്ല. അത് വളരെ ഒരു സങ്കീർണമായ ഒരു രാഷ്ട്രീയമാണ്. ഇപ്പം കേരളത്തിൽ നിന്ന് EMSന് ശേഷം ഒരു മലയാളി CPMന്റെ ഇന്ത്യ സെക്രട്ടറി ആവുന്നതും അത് നമ്മുടെ അടുത്ത സുഹൃത്ത്. അപ്പോൾ നമ്മൾ അഭിനന്ദിക്കണ്ടേ? തീർച്ചയായിട്ടും. ബേബിയുടെ രാഷ്ട്രീയത്തോട് എനിക്ക് എതിർപ്പുണ്ട്, എൻ്റെ രാഷ്ട്രീയത്തോട് അദ്ദേഹത്തിന് എതിർപ്പ് കാണും. പക്ഷെ അത് നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഉള്ളത്, ഈ VD സതീശൻ ഇടയ്ക്ക് പറഞ്ഞിരുന്നത് ഞങ്ങളാണ് ലെഫ്റ്റ് എന്ന് പറയുന്ന രീതിയിലൊരു സാധനം പറയും. ഈ ലെഫ്റ്റ് എന്ന് പറയുന്ന വാക്ക് പലപ്പോഴും നമ്മൾ
അക്കാഡമിക്കലി ഡിസ്കസ് ചെയ്യാറുണ്ട് ലെഫ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്, ലെഫ്റ്റ് പൊസിഷൻ എന്താണെന്നുള്ളതും. അപ്പം ഇടത് പാർട്ടികൾ എന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട്, വലത് പാർട്ടികൾക്ക് മറ്റൊരു സ്വഭാവമുണ്ട്. ഈ കോൺഗ്രസ് പലതിനെയും കൂടെ ചേർത്ത് നിർത്തുന്ന ഒരു സ്വഭാവമാണുള്ളത്. അപ്പോൾ സാറിൻ്റെയൊക്കെ ഒരു വർത്തമാനത്തിൽ എല്ലാവരെയും കൂടെ ചേർത്ത് നിർത്തുന്നൊരു സ്വഭാവമാണുള്ളത്. ഈ സ്വഭാവം നമ്മൾ ആദ്യം മുതലേ ഇങ്ങനെ പഠിച്ചു വന്നതാണോ, അത് പരുവപ്പെട്ട് ഇങ്ങനെ വന്നതാണോ? അത് നമ്മൾ ആദ്യം മുതലേ പഠിച്ചു പരുവപ്പെട്ട് വന്നതാണ്. നമ്മളൊരു വലിയ പ്രോസസ്സിലൂടെ കടന്നു വരുന്നവരല്ലേ, വിദ്യാർത്ഥി രംഗത്തൂടെ, യുവജന രംഗത്തൂടെ, പിന്നെ കോൺഗ്രസിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ ഒത്തിരി അനുഭവങ്ങളുടെ തീച്ചുളകളിലൂടെയാണ് നമ്മൾ വരുന്നത്. അനുഭവങ്ങളിലൂടെയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അനുഭവമാണല്ലോ ഏറ്റവും വലിയ ഗുരു. അങ്ങനെ നമ്മൾ വരുന്നതാണ്. ഈ ലെഫ്റ്റ് എന്ന് പറയുന്ന കോൺഗ്രസ് എപ്പോഴും, പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് എപ്പോഴും ഒരു സെൻട്രൽ ടു ദ ലെഫ്റ്റ് ആണ് എപ്പോഴും. ഇന്ത്യയിലെ കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ കോൺഗ്രസ് എപ്പോഴും ഒരു പുരോഗമന സ്വഭാവത്തോടു കൂടി തന്നെയാണ് എപ്പോഴും നിൽക്കാറുള്ളത്. ഇന്ത്യയിലെ കോൺഗ്രസും അത് തന്നെയാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നെഹ്റുവിൻ്റെ നേതൃത്വം ആണ് ഇന്ത്യയിൽ ജനാധിപത്യ മതേതരത്തിന് അടിത്തറയിട്ടത്. നെഹ്റു വലിയൊരു സോഷ്യലിസ്റ്റ് ആയിരുന്നല്ലോ. ഈവൻ മുസോളിനി കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും കാണാൻ കൂട്ടാക്കാത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന് യൂറോപ്യൻ പര്യടന വേളയിലായിരുന്നു. തന്നെയുമല്ല, ഇന്ത്യയിൽ ജനാധിപത്യം, പാർലമെന്ററി ജനാധിപത്യം, മതേതരത്വം ഇതെല്ലാം ഉറപ്പിച്ചു നിർത്തുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. അദ്ദേഹം സ്വയം തൻ്റെ ഗവൺമെന്റിനെതിരായി വേറെ പേരിൽ വിമർശിക്കുമായിരുന്നാണ് പറയുന്നത്. അപ്പം ഇന്ന് വിമർശനങ്ങളെ ഭരണാധികാരികൾക്ക് ഭയമാണ്. ഭരണാധികാരികൾ വിമർശിക്കുന്നവരെ കൽത്തുറുങ്ക് അടയ്ക്കുന്ന കാലമാണ്. സ്വന്തം ഗവൺമെന്റിനെതിരായി വേറൊരു പേരിൽ വിമർശനപരമായ ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നെഹ്റു. തനിക്കെതിരെ കാർട്ടൂൺ വരയ്ക്കുന്നവരെ വീട്ടിൽ വിളിച്ച് കാർട്ടൂണിസ്റ്റ് അങ്ങളെ വീട്ടിൽ വിളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. ഇന്ന് കാർട്ടൂൺ വരയ്ക്കുന്നതിന് ജയിലിലിടുന്ന കാലമാണ്. അതാണ് വ്യത്യാസം. അപ്പം ഇന്ത്യയിലെ ഏറ്റവും പുരോഗമനപരമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന നേതാവാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ലോകത്തിന് മുമ്പിൽ ഇന്ത്യയെ ഒരു വലിയ പുരോഗമന രാജ്യമായി മാറ്റാനുള്ള ശ്രമം നടത്തിയത്. പാർലമെന്റിന് പ്രാധാന്യം, പത്രങ്ങൾക്ക് പ്രാധാന്യം, ജുഡീഷ്യറി ഇൻഡിപെൻഡൻസ്, അങ്ങനെ എല്ലാത്തിനും ഒരു മാതൃക രാജ്യമായി ഇന്ത്യയെ മാറ്റാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അപ്പം അദ്ദേഹം ഒരു വ്യത്യസ്തമായിരുന്നു, ഒരു ദൈവവിശ്വാസിയൊന്നും ആയിരുന്നില്ല. സോമനാഥ ക്ഷേത്രം ഉദ്ഘാടനത്തിന് ഇന്ത്യൻ പ്രസിഡന്റ് പോകുമ്പോൾ അദ്ദേഹം അതിനെതിരായിരുന്നു. അത് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യേണ്ടത് ഇന്ത്യൻ പ്രസിഡന്റ് അല്ല എന്നായിരുന്നു നെഹ്റുവിൻ്റെ അഭിപ്രായം. അപ്പോൾ ഒരു തികഞ്ഞ പുരോഗമനവാദിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം കാട്ടിയ വഴികളിലൂടെ പോയതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇപ്പോഴും ജനാധിപത്യവും മതേതരത്വവും പാർലമെന്ററി സംവിധാനവും നിലനിൽക്കുന്നത്. നമ്മൾ പാകിസ്ഥാൻ്റെ അവസ്ഥ കണ്ടില്ലേ? എന്താ പാകിസ്ഥാൻ? കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് റാവൽപിണ്ടി എന്ന് വിളിച്ചു, പത്രക്കാരനാണ്. 4 മണിക്കൂർ കറണ്ടില്ല, വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. ഇത്രയും ദുരിതം അനുഭവിക്കുന്ന ഒരു ജനതയെ പറ്റിയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. എനിക്കത് കേട്ടപ്പോൾ വലിയ സങ്കടം തോന്നി. അപ്പോൾ ഇന്ത്യ അങ്ങനെ അല്ലാതായി മാറിയത് ദീർഘകാലം രാജ്യം ഭരിച്ച കോൺഗ്രസിൻ്റെ ഒരു നേട്ടമാണ്. അതിനിപ്പോൾ ആരും അംഗീകരിക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, പക്ഷെ അതാണ് എൻ്റെ സത്യം. മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസും തികഞ്ഞ പുരോഗമന സ്വഭാവത്തോടെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. പക്ഷെ ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആ പുരോഗമന സ്വഭാവത്തെ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പരാതി. ഇന്ന് നവലിബറൽ സമീപനങ്ങളാണ് കൂടുതൽ ഇവർ കൈക്കൊള്ളുന്നത്. ഞങ്ങൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർത്തു. 15 വർഷം കഴിഞ്ഞ് ഇപ്പം കൊണ്ടുവന്നിരിക്കുക ബില്ല്. അപ്പോൾ ഇവരെപ്പോഴും ഇങ്ങനെയാണ്. ട്രാക്ടർ വന്നപ്പോൾ അതിനെ എതിർത്തു, ഇപ്പോൾ ട്രാക്ടറിൻ്റെ ആളുകളായി. കമ്പ്യൂട്ടർ വന്നപ്പോൾ എതിർത്തു, ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ആളുകളായി. പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടത് 10-20 വർഷമാണ്. അന്ന് ആ യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിലെ കുട്ടികൾ വെളിയിൽ പോയി പഠിക്കേണ്ട അവസരം ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അത്തരം ഒരു ചിന്ത അവർക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇൻവെസ്റ്റ്മെന്റ്, ഉമ്മൻചാണ്ടി ലാവോസിൽ ലോക സാമ്പത്തിക ഉച്ചകോടിയിൽ പോയപ്പോൾ അതിനെ എതിർത്തവരാണിവർ. ഇത്തവണ രാജീവ് പോയില്ലേ? രാജീവ് ലോക ഉച്ചകോടിയിൽ പോയി. ആ ലോക ഉച്ചകോടിക്കെതിരെ ബേബിയും സീതാറാം യെച്ചൂരിയും എല്ലാം കൂടെ പാരലൽ ഉച്ചകോടി ബോംബെ നടത്താൻ ശ്രമിച്ചവരാണ്. അപ്പം ഇവരുടെ കാഴ്ചപ്പാടുകളിലൊന്നും മാറ്റം ഉണ്ടാകുന്നില്ല. അതാണ് പ്രശ്നം. അതാണ് ഞങ്ങൾ പറയുന്നത്, ഇവരിപ്പോൾ ലെഫ്റ്റ് അല്ല, ഇവർ നേരെ
റൈറ്റിസ്റ്റായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ കാർട്ടൂണിനെ കുറിച്ച് പറയുമ്പോൾ കൗതുകമുള്ളൊരു വസ്തുത എന്താ വെച്ചാൽ നമ്മുടെ ഐഡന്റിറ്റി എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് കാർട്ടൂണിസ്റ്റുകൾ സാറിൻ്റെ മൂക്ക് കാണുമ്പോൾ തന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മൂക്ക് ഇങ്ങനെ ഒരു വളഞ്ഞ് ഒരു ഇത് കാണിക്കും. സാറിൻ്റെ മൂക്കിനും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പം ഈ മൂക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ആരാണെന്നുള്ളത് മനസ്സിലായി. അത് കാണുമ്പോൾ ഒരു കൗതുകവും ഒരു സന്തോഷവും ഇല്ലേ? തീർച്ചയായിട്ടും നമ്മളെ വിമർശിക്കുന്ന തരത്തിൽ ഒത്തിരി എഴുതാറുണ്ട്. എനിക്ക് അതിനകത്ത് എതിർപ്പൊന്നുമില്ല. കാർട്ടൂണിസ്റ്റ് യേശുദാസ് എൻ്റെ അടുത്ത സുഹൃത്താണ്, മാവേലിക്കരയാണ് വീട്, കറ്റാനം. അദ്ദേഹം ഇടയ്ക്ക് അസംബ്ലിയിലും പാർലമെന്റിലും വരും. ഞാൻ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ വന്ന് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഓരോ ലീഡേഴ്സിനെയും ഇപ്പോഴത്തെ അവരുടെ രൂപഭാവങ്ങൾ കാണാൻ വേണ്ടി വരുന്നതാണെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവർ രാജീവ് ഗാന്ധിയെ വരയ്ക്കാൻ, വാജ്പേയി വരയ്ക്കാൻ, ഇങ്ങനെ ഓരോ നേതാവിനെയും കാണാൻ വേണ്ടിയാണ് വരുന്നത്. ഇവിടെ അസംബ്ലി വരും അദ്ദേഹം. അപ്പം കാർട്ടൂണിസ്റ്റുകൾ നമ്മളെ ഈ പറഞ്ഞ ശരിയാണ്, ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി കണ്ടിട്ടാണ് അവർ എഴുതുന്നത്. ഈ കരുണാകരൻ സാറിന് വരയ്ക്കുമ്പം ഒരു 3 കുത്ത് ഇങ്ങനെ മീശയുടെ അവിടെ ഇടുമായിരുന്നു. അപ്പോൾ അത് ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ്. ഇത് വരച്ച് കാണുമ്പോൾ നമുക്ക് ഇത് വിമർശനമാണെങ്കിലും സത്യത്തിൽ നമ്മുടെ ഒരു പോപ്പുലാരിറ്റി ഉയർത്തുന്ന ഒരു പരിപാടിയാണ്. തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യമാണ്. ജനങ്ങളുടെ മനസ്സിലേക്ക് നമ്മൾ പെട്ടെന്ന് വരച്ചിടുകയാണ് അവർ ചെയ്യുന്നത്. എളുപ്പത്തിൽ വരച്ചിടുക എന്ന് പറയുന്ന പരിപാടിയാണ്. കാർട്ടൂണിസ്റ്റുകളെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഒരു കാർട്ടൂണ്, എൻ്റെ ഒരു കാർട്ടൂണിലും കൂടെ ചേർത്തൊരു പുസ്തകം ഒരാൾ ഇറക്കിയത്. ലീഡറെ പറ്റി ഇറക്കി, എന്നെ പറ്റി ഇറക്കി, അതൊക്കെ നമുക്ക് ഒരു കൊണ്ട് തരുമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് കാണുന്നതാണ്. ഈ കാർട്ടൂണിലേക്ക് ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഒരു കാരിക്കേച്ചർ ടൈപ്പ് കാണുമ്പോൾ ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല. അയ്യോ ഇങ്ങനെയല്ലല്ലോ, ഭംഗിയായിട്ട് വരയ്ക്കണ്ടേ എന്ന് ചോദിക്കാം. പക്ഷെ ആ കാർട്ടൂണൊക്കെ കാണുമ്പോൾ എന്താ തോന്നുക? എനിക്കിഷ്ടമാണ്. ഞാനെല്ലാം വെട്ടി ബുക്കിൽ ഒട്ടിച്ചു. അത് അടിപൊളി.